إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ നിഖില മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുവാനുള്ള ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു മനുഷ്യന്റെ പരമപ്രഥമായ ജീവിത ലക്ഷ്യം അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം നേടിയെടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും
ആ ഒരു ഉദ്ദേശ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുക പാപമുക്തരായ ആളുകളെ മാത്രമായിരിക്കും. ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം, സമാധാനമുള്ള ഖൽബുൻ സലീമായ ആളുകളെ മാത്രമാണ് ആ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കപ്പെടുക. എന്ന് വെച്ചാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ന്യൂനതകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തന്ന് ശുദ്ധ മനസ്സിന്റെ ഉടമകളായി തീരുമ്പോൾ മാത്രമേ സ്വർഗപ്രവേശനം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, ആ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നിരന്തരമായ പ്രാർത്ഥനയും നമ്മിൽ നിന്നും ഉണ്ടാവണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നതാണ്. വഹുവൽ ഹയ്യ് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബ്, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അതിനാൽ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായി മനസ്സ് ശുദ്ധരായി കൊണ്ട് ആ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ നിഷ്കളങ്കമായ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. അതിനുള്ള പ്രവർത്തനമാണ് നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. അതിനുള്ള പ്രാർത്ഥനയാണ് നിരന്തരം നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. നമ്മളത് ചെയ്യുന്നുണ്ട്. സാധ്യമാകുന്നിടത്തോളമൊക്കെ അതിനുള്ള കർമ്മങ്ങളിലൂടെ തന്നെയാണ് സത്യവിശ്വാസികളായ ഓരോരുത്തരും തങ്ങളുടെ ദിനരാത്രങ്ങളെ കൊണ്ടുപോകുന്നത്. എന്നിരുന്നാലും നമുക്ക് ഉറപ്പില്ല നമ്മുടെ പ്രാർത്ഥനകൾ റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ അവസ്ഥ നാളെ എന്തായിത്തീരും എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ മലക്കുകൾ, ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. ആ മലക്കുകളെ, അവരുടെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തള്ളിക്കളയില്ല. ശ്രദ്ധിക്കണേ, ഇത് ചില കാര്യങ്ങൾ, ഏതാനും ചില വിഷയങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടി ഓരോരുത്തരും അത് മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി നടത്തുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, നേടിയെടുക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആമുഖമായി ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചോ ഇല്ലേ, അത് നിഷ്കളങ്കമാണോ ഇല്ലേ എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാരണം നമ്മൾ മനുഷ്യരാണ്. ഒരുപാട് കുറവുകൾ ഉണ്ടാവും, വീഴ്ചകൾ ഉണ്ടാവും. എന്നാൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയാത്ത അവന്റെ മലക്കുകളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനകളെ നേടിയെടുക്കാൻ, അത് നമുക്ക് 100% അല്ലാഹു സ്വീകരിക്കുന്ന ആ പ്രാർത്ഥന അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അതിനുള്ള ചില കാരണങ്ങൾ, ചില ഉപാധികൾ നമ്മുടെ മുൻപ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൽ ഒന്നാമതായി ഒരു മനുഷ്യന് ശ്രദ്ധിക്കേണ്ടത് അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകൾ. മനുഷ്യരാണ്, സംഭവിച്ചു പോകും. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ, ആളുകളുമായുള്ള മുആമലാത്തുകളിൽ, ഇടപെടലുകളിൽ, ഭാര്യയോടും മക്കളോടുമുള്ള പെരുമാറ്റത്തിൽ വീഴ്ചകൾ ഉണ്ടാവാം, സ്ഖലിതങ്ങൾ ഉണ്ടാവാം. നമ്മുടെ വാക്കുകളിൽ ഒരുപക്ഷെ നമ്മൾ അവരോട് പൊരുത്തപ്പെടിച്ചിട്ടുണ്ടാവില്ല. മാതാപിതാക്കളോടൊക്കെയുള്ള പെരുമാറ്റത്തിലും സംസാരത്തിലും വീഴ്ചകൾ വന്നിട്ടുണ്ടാവും. നമ്മുടെ ദുർബലമായ നിമിഷങ്ങളിൽ സംഭവിച്ചു പോയ അത്തരം ന്യൂനതകൾ അത് നമുക്ക് തിരുത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല.
ഒരുപക്ഷെ പലരും നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുമുണ്ടാവും. പക്ഷെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവൻ എന്നുള്ള നിലയിൽ ആ തെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒഴിഞ്ഞിരുന്ന് തന്റെ റബ്ബിന്റെ മുമ്പിൽ തന്റെ ഈ തെറ്റുകൾ ഏറ്റു പറയുന്ന ഒരു മനുഷ്യൻ, അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. നമസ്കാരാനന്തരം, അതുപോലെ തന്നെ കിടന്നുറങ്ങുന്നതിന് മുൻപ്, അല്ല നമ്മൾ നടക്കുന്നതിനിടയിൽ, നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയിലും ഒക്കെയാണെങ്കിലും ഒരു മുസൽമാനായ മനുഷ്യന് 2-3 മിനിറ്റുകൾ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് വലിയ മഹത്തരമായ ഒരു നേട്ടമാണ് നേടിയെടുക്കുവാനുള്ളത്. ശ്രദ്ധിക്കണേ, തന്റെ തെറ്റുകൾ, തന്റെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതെല്ലാം നിലയിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് ആ കാര്യം കൃത്യമായി പറഞ്ഞു തരികയാണ്. സൂറത്തുൽ ഗാഫിർ, അതിലെ അതായത് 40-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഗാഫിറിലെ 7, 8, 9 ആയത്തുകൾ. ഈ ആയത്തുകളിലൂടെ അള്ളാഹുവിനോട് തന്റെ പാപങ്ങൾ ഏറ്റു പറയുന്ന ഒരു മനുഷ്യന്, ആ മനുഷ്യന് വേണ്ടി മലക്കുകൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എണ്ണി എണ്ണി മനസ്സിലാക്കണം. നമ്മളത് അത്ഭുതപ്പെട്ടു പോകും. എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പറയുന്നത് എന്ന് നോക്കുക. അള്ളാഹുവേ, നിന്നോട് തൗബ ചെയ്യുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. അള്ളാഹുവിനോട് തൗബ, തന്റെ തെറ്റുകളെ ഏറ്റു പറയുന്ന ഒരു മനുഷ്യന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ മാലാഖമാർ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവെ, തൗബ ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ, നേടിയെടുക്കുമെന്ന്. തന്നെയുമല്ല, അവരുടെ പ്രത്യേകത എന്താണ്? നിന്റെ മാർഗമാണ് അവർ പിന്തുടർന്നിട്ടുള്ളത്. അതിനാൽ അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്ന് അവരെ നീ കാത്തുരക്ഷിക്കണം. ഒരിക്കലും അള്ളാഹു തള്ളിക്കളയില്ല. അള്ളാഹുവിന്റെ മാലാഖമാരാണ്, മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ആ മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് ഈ ആളുകൾ അള്ളാഹുവിനോട് തന്റെ തെറ്റുകൾ, കുറ്റങ്ങൾ, തന്നിൽ വന്നുപോയ വീഴ്ചകൾ എടുത്തു പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നരകശിക്ഷയിൽ നിന്ന് അവർക്ക് നീ കാവൽ നൽകണേ എന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ പറയുകയാണ്. കഴിഞ്ഞില്ല, വീണ്ടും അവർ പറയുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വഅദ്ഖിൽഹും ജന്നാതി അദ്നിൽ ലദീ വഅദ്തഹും. അല്ലാഹുവേ, നീ അവരോട് ഓഫർ നൽകിയതായ, നീ അവർക്ക് വാഗ്ദാനം ചെയ്തതായ ജന്നാത്തു അദ്ൻ, ഏദൻ തോട്ടത്തിൽ, അല്ലാഹുമ്മ അദ്ഖിൽഹും, അല്ലാഹുവേ, നീ അവരെ പ്രവേശിപ്പിക്കണമേ. നാലാമത്തെ ഓഫറാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നുള്ളത്. തന്നെയുമല്ല, അവരുടെ പിതാക്കന്മാരെയും മാതാപിതാക്കൾക്ക് വേണ്ടിയും മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇണകൾക്ക് വേണ്ടിയും, ഭാര്യക്കോ ഭർത്താവിനോ അവരുടെ ഇണകൾക്ക് വേണ്ടിയും അള്ളാഹുവേ, നീ അവരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. കഴിഞ്ഞില്ല, അവരുടെ മക്കളെയും അള്ളാഹുവേ, നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഇന്നക അൻതൽ അലീമുൽ അസീസുൽ ഹകീം, നീ പ്രതാപവാനും യുക്തിമാനുമാണല്ലോ. അള്ളാഹുവിനെ മഹത്വയാണ് മലക്കുകൾ, അവരുടെ ജോലി അത് തന്നെയാണ്. ഈ വിശ്വാസിയായ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മലക്കുകളുടെ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ല. ഏഴാമതായി മറ്റൊരു കാര്യം കൂടെ പറയുന്നു, അല്ലാഹുവേ, ദുർബലരാണവർ, തെറ്റുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്, അതിനാൽ അതിൽ നിന്ന് അവരെ നീ തടയണേ. അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന, ഈ ഇസ്തിഗ്ഫാർ നടത്തുന്ന, തന്റെ പാപങ്ങളിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവരായ ആ ആളുകൾക്ക് വേണ്ടി ഈ മലക്കുകൾ നടത്തുന്ന പ്രാർത്ഥന, സഹോദരങ്ങളെ, നമ്മുടെ നിസ്സാരമായ അവഗണന കൊണ്ട് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. വിശ്വാസികളായ ആളുകളെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു ദിവസത്തിൽ ഏതെങ്കിലും 1-2 മിനിറ്റ് അള്ളാഹുവിനോടൊന്ന് പടച്ചവനെ പുറത്തു തരണേ. നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റോടുകയാണ്. ഇമാം സലാം വെട്ടുന്നതിന് മുൻപ് വാതിൽ കടക്കുന്ന
ചില ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇമാമിനെ മുൻകടക്കുന്ന ഒരു പ്രവർത്തനം ഒരു മഅ്മൂമിൽ നിന്നുണ്ടായാൽ അവന്റെ കർമ്മം നഷ്ടപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ ജമാഅത്തിന്റെ പ്രതിഫലം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഒരു കാര്യത്തിലും ഫാത്തിഹ സൂറത്ത് ഓതുന്ന വിഷയത്തിൽ പോലും ജഹ്രിയായി ഓതുന്ന, ഉറക്കെ ഓതുന്ന ഒരു ഫാത്തിഹ ഇമാം ഓതുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും മഅ്മൂമിന് ഇമാമിനെ മുൻകടന്ന് അത് പാരായണം ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റുകൂഇലാവട്ടെ സുജൂദിലാവട്ടെ ഇമാം അത് ചെയ്ത് കഴിയുന്നതിന് മുൻപ് ആ പ്രവർത്തനം ചെയ്യുന്ന മഅ്മൂം ഇമാമിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിലൊക്കെ നമസ്കാരാനന്തരം ഒരല്പം അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോടൊന്ന് എന്ന് 3 തവണ പറഞ്ഞുകൊണ്ട് പിന്നീട് ചില കാര്യങ്ങൾ അള്ളാഹുവേ നീ സമാധാനത്തിന്റെ ഉടമയാണ്, എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സ് ശുദ്ധമാവുകയാണ്. സഹോദരങ്ങളെ, അവസരമാണ്. നമുക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മാലാഖമാർ, മലക്കുകൾ, അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നെ. ഈ ഒരൊറ്റ ആയത്തിലൂടെ 7 കാര്യങ്ങളാണ്, 7 അനുഗ്രഹങ്ങളാണ്, നേട്ടങ്ങളാണ് ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. ഇത് നഷ്ടപ്പെടുത്തുന്ന ഒരു അവസരം നമ്മിൽ നിന്ന് ഉണ്ടാവരുത്. രണ്ടാമതായി, മലക്കുകളുടെ പ്രാർത്ഥന നേടിയെടുക്കാൻ കഴിയുന്ന ഒരു രംഗം ദാനധർമ്മങ്ങൾ നൽകുമ്പോഴാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ യൗമിൻ യുസ്ബഹു അൽ-ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ. ഒരു ദിവസവും പ്രഭാതത്തിൽ ഒരു മനുഷ്യനും ഒരു അടിമയും പ്രഭാതത്തിൽ പുലരുന്നില്ല, 2 മലക്കുകൾ വാനലോകത്തു നിന്നും ഇറങ്ങിക്കൊണ്ടില്ലാതെ 2 മലക്കുകൾ ഈ മനുഷ്യന്റെ അരികിലേക്ക് വരും. എന്നിട്ട് അതിൽ ഒരു മലക്ക് പറയും, അല്ലാഹുവേ അതിന്റെ മാർഗത്തിൽ ധർമ്മം നൽകുന്നവർക്ക് നീ ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കണേ. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാനും നിങ്ങളും നൽകുന്ന ഓരോ രൂപക്കും അതിന് ബർക്കത്തുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരാണ്? അള്ളാഹുവിന്റെ മലക്കുകളാണ്. സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്തിൽ നമ്മളത് ചെലവഴിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോവുകയല്ല ചെയ്യുക, അതിലൂടെ ബർക്കത്ത് നേടിയെടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ കൈകളിലൂടെ പാത്രം വരുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ പള്ളിയിലേക്കുള്ള സംഭാവനക്കുള്ളതാണ്. നമുക്ക് വേണ്ടാത്ത 10 രൂപ ഇട്ടുകൊണ്ടല്ല നമ്മളത് തീർക്കേണ്ടത്, മറിച്ച് ഇതൊരു പുണ്യപ്രവർത്തനമാണെന്നുള്ള ആഗ്രഹത്തോടെ, ഇതൊരവസരമാണെന്നുള്ള അസുലഭമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ മുൻകടക്കുന്നവരെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പോക്കറ്റിൽ ബാക്കി വെച്ചതിൽ ബർക്കത്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമതൊരു മലക്ക് കൂടെ ഉണ്ടല്ലോ, ആ മലക്കിന്റെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ആതി മുംസികൻ തലഫ, ഒന്നും കൊടുക്കാതെ പോക്കറ്റിൽ ഭദ്രമാക്കി വെച്ചവർക്ക് നീ പിശുക്ക്, നീ അവർക്ക് ദാരിദ്ര്യം നൽകണമേ. അവർക്ക് ശാപത്തിന് വേണ്ടിയാണ് മലക്ക് പ്രാർത്ഥിക്കുന്നത്. തള്ളിക്കളയില്ല റബ്ബ് റഹ്മാനായ നാഥൻ. നമ്മൾ അത് മനസ്സിലാക്കണം. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടതാണ്. അത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലക്കുകളുടെ പ്രാർത്ഥന നേടിയെടുക്കുവാനുള്ള രണ്ടാമത്തെ അവസരം ഇതാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, നേരത്തെ പള്ളിയിൽ വന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, നമസ്കാരത്തിന്റെ സമയമായിട്ടില്ല, ഒരു 5 മിനിറ്റ് ഉണ്ട്, ആ സമയം സംസാരിച്ചു കൊണ്ടിരിക്കാതെ, ആ സമയം മറ്റുള്ള നാട്ടുവർത്തമാനങ്ങൾ പറയാതെ, ആ സമയം അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, അങ്ങനെയുള്ള അധികാറുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി അള്ളാഹുവിന്റെ മാലാഖമാർ പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ദൂതർ പറയുകയാണ്, അൽ മലായികതു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാ. നിങ്ങൾ നമസ്കാര സ്ഥലത്ത്, ആ നമസ്കാരത്തിന് വേണ്ടിയുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന സമയമൊക്കെയും
നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ് സംസാരിച്ചു കൊണ്ടിരിക്കാതെ ആ നിലയിൽ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണത്. അത് നേടിയെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയും. എന്നിട്ട് ഈ മലക്കുകൾ പറയുന്നു, പടച്ചവനെ പുറത്തു കൊടുക്കണേ, ഇദ്ദേഹത്തോട് നീ കരുണ കാണിക്കണേ എന്ന് ഈ നമസ്കാരത്തിന്റെ ഇടയിലുള്ള ആ സമയം കാത്തിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാലാഖമാർ പ്രാർത്ഥിക്കുകയാണ്. ചില ആളുകളുണ്ട് ളുഹർ നമസ്കാരത്തിന് വരും, അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഇശ കഴിഞ്ഞിട്ടാണ് പിന്നീട് പള്ളിയിൽ നിന്ന് പോവുക. കാരണം അവൻ ആഗ്രഹിക്കുന്നത് ഇശാവിന് പള്ളിയിൽ ഇരുന്നാൽ അള്ളാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന ലഭിക്കും, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കും. അവനെ തടയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമസ്കാരമല്ലാതെ തന്റെ വീട്ടിലേക്ക് പോകുന്നതിൽ മറ്റൊന്നും അവനെ തടയുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ റബ്ബിന്റെ കാരുണ്യത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ മാലാഖമാരുടെ പ്രാർത്ഥന സഹോദരങ്ങളെ നേടിയെടുക്കാമല്ലോ നമുക്ക്. അതിനുള്ള അവസരമല്ലേ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. ആ മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവന്റെ സ്വർഗമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാലാമതായി പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന ഒരു സദസ്സ്, ആ സദസ്സില് അതിൽ ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി, ആ മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂ ഉമാമ അൽ-ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലാൻ, രണ്ട് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സ്മരിക്കപ്പെട്ടു, പറയപ്പെട്ടു. അഹദഹുമാ ആബിദുൻ, അവരിൽ ഒരുത്തൻ അല്ലാഹുവിനോട് ധാരാളമായി ഇബാദത്ത് എടുക്കുന്നവനാണ്, പള്ളികളിൽ നമസ്കരിക്കുന്നവരാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി നോമ്പുകളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു ആബിദായ മനുഷ്യൻ. രണ്ടാമത്തവൻ ആലിമാണ്, അയാൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യം ഉള്ള സമയത്ത് സാധിക്കുന്നിടത്തൊക്കെ അയാൾ തന്റെ ദഅവത്തുമായി പ്രബോധന പ്രവർത്തനങ്ങളുമായി നിൽക്കുന്നവനാണ്. അവരിൽ ഏറ്റവും ഉത്തമൻ ആരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. ആ സമയത്ത് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ഉപമയാണ് പറഞ്ഞത്. ഫളലുൽ ആലിമി അലൽ ആബിദി, ആബിദിന്റെയും ആലിമിന്റെയും ഉപമക്ക് ശ്രേഷ്ഠതരമായ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ആബിദിനേക്കാൾ, അല്ലാഹുവിനോട് ധാരാളമായി ഇബാദത്ത് എടുക്കുന്നവനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠത കഫളലി അലാ അദ്നാകും, നിങ്ങൾ എന്നോട് അടുത്തവരാണല്ലോ, എന്റെ സഹാബത്താണല്ലോ, നിങ്ങളിൽ നിന്ന് ഞാൻ എത്രമാത്രം വ്യത്യസ്തനാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞുവോ, പ്രവാചകനെ പോലെ ശ്രേഷ്ഠനാണ് ഈ മനുഷ്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തന്നെയുമല്ല അദ്ദേഹം തുടരുകയാണ്, ثم قال رسول الله صلى الله عليه وسلم ان الله وملائكته, അല്ലാഹുവും അവന്റെ മലക്കുകളും കഴിഞ്ഞില്ല, വഅഹ്ലുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള മുഴുവൻ ചരാചരങ്ങളും, തീർന്നില്ല റസൂലുള്ളാഹി അവിടെ കൊണ്ട് നിർത്തിയില്ല, ഹത്തൻ നംലതു ഫീ ജുഹരിഹാ, മാളത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഉറുമ്പുകൾ പോലും അവസാനിച്ചില്ല, വഹത്തൽ ഹൂത്, സമുദ്രത്തിന്റെ ആഴികളിലുള്ള മത്സ്യങ്ങൾ വരെ, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തുമാത്രം നേട്ടമാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും പള്ളിക്കും മെമ്പർമാര് ഖുതുബ പറയണമെന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഖുതുബയിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് ചെല്ലണം. നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ സഹോദരിമാരോട്, മക്കളോട്, പള്ളിയുമായി ബന്ധപ്പെടാത്ത ആ ദിവസം പള്ളിയിലേക്ക് വരാത്ത ആളുകളോട് ഇന്നത്തെ ഖുതുബയിൽ ഞങ്ങൾക്ക് ഉസ്താദ് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു, നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയുള്ളതാണത്, ഇന്ന കാര്യങ്ങളാണത് എന്ന് നമ്മൾ കേട്ട, പഠിച്ച, മനസ്സിലാക്കിയ കാര്യം നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ബന്ധങ്ങളിലുള്ള ഒരു ഉസ്താദ് തന്റെ ശിഷ്യന്മാരോട് ഒക്കെ പറഞ്ഞു കൊടുത്ത ഇത് നേടിയെടുക്കാം. ഇതൊക്കെ കേട്ട ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടി തന്റെ സഹപാഠികളോട് എന്ന് പറഞ്ഞാൽ അവർക്കും ഈ ഒരു പദവി നേടിയെടുക്കാവുന്ന. സുബ്ഹാനല്ലാഹ്,
എന്തുമാത്രം മഹത്തരമായ വലിയ ഒരു സ്ഥാനമാനമാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങൾ. ഇതൊക്കെ ഈ മലക്കുകളുടെ പ്രാർത്ഥന നേടിയെടുക്കാനുള്ള ഈ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള അസുലഭമായ മുഹൂർത്തങ്ങളാണ്. ഈ സമയം നമ്മൾ അത് പാഴാക്കരുത് എന്നാണ് സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ള. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം കൂടെ നമുക്ക് പറയാനുള്ള സൗകര്യമില്ല, സന്ദർഭമില്ല. എങ്കിലും ഏതാനും കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. കേട്ടത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله وكفى والصلاة والسلام على المصطفى وعلى آله وصحابته المرتضى أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുവാനുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ ആമുഖമായി മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രോഗിയെ സന്ദർശിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസ് വല്ലാത്ത അത്ഭുതം നിറഞ്ഞതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, മാ മിൻ റജുലിൻ യഊദു മരീദൻ മുംസിയൻ. ഒരു മനുഷ്യൻ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വൈകുന്നേരം അസ്ർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ സുഖമില്ലാത്ത ഒരാളുണ്ട്, നമുക്ക് അയാളൊന്ന് കാണാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇറങ്ങുകയാണ്. ഈ ശ്രദ്ധിക്കണം കേട്ടോ. ആ സമയത്ത് ഇല്ലാ ഖറജ മഅഹു 70000 മലക്കൻ. ഈ മനുഷ്യൻ 1-2 ആളുകൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവരുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 70000 മലക്കുകളെ നിയോഗിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഈ മലക്കുകളുടെ പണി എന്താണ്? യസ്തഗ്ഫിറൂന ലഹു. ഇയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പടച്ചവനെ പുറത്തു കൊടുക്കണം. ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ, പിഴവുകൾ, അബദ്ധങ്ങൾ സംഭവിച്ച വ്യക്തിയാണ്. പക്ഷേ അല്ലാഹുവേ, നിന്റെ ഒരു അടിമ രോഗിയായപ്പോൾ ആ രോഗിയെ കാണാൻ പോവുകയാണ്, പുറത്തു കൊടുക്കണേ റബ്ബേ. നോക്കണം, ആരാണ് പ്രാർത്ഥിക്കുന്നത്? 1-2 70000 മലക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തള്ളപ്പെടാത്ത പ്രാർത്ഥന. ഒരു മനുഷ്യൻ ഒരു രോഗിയെ കാണാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവനുള്ളതാണ്. അതിപ്പോ വൈകുന്നേരം പുറപ്പെട്ട ഒരാൾ ഏതുവരെ? ഹത്ത സുബ്ഹ്, നാളെ നേരം വെളുക്കുന്നത് വരെ ഈ മനുഷ്യന് വേണ്ടി ഈ മലക്കുകൾ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വകാന ലഹു, പിന്നീട് ആ മനുഷ്യൻ പ്രഭാതത്തിലാണ് പുറപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ രാത്രിയിലാണ് പുറപ്പെടുന്നതെങ്കിൽ നേരം വെളുക്കുന്നത് വരെ, അതുപോലെ രാവിലെയാണ് പുറപ്പെടുന്നതെങ്കിൽ വൈകുന്നേരം വരെ ഈ 70000 മലക്കുകൾ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. തന്നെയുമല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന. അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു തോട്ടം രജിസ്റ്റർ ചെയ്യുമെന്നാണ്. പെരിന്തൽമണ്ണ ടൗണില് അല്ലെങ്കിൽ കോഴിക്കോട് ടൗണില് ഒരു 10 സെന്റ് സ്ഥലം നമ്മുടെ പേരിൽ ഒരാൾ എഴുതിത്തരാം, സൗജന്യമായി എഴുതിത്തരാം എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടൂലേ? നമ്മള് കിട്ടിയ വണ്ടി വാടക വിളിച്ചിട്ട് പോകൂലേ? കഷ്ടപ്പെടുത്തോ? കാരണം എന്താ? കോഴിക്കോട് ടൗണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന, നമ്മൾ അത് ചിന്തിക്കണ്ട. പെരിന്തൽമണ്ണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേണ്ട. ഈ പാണ്ടിക്കാട് അങ്ങാടിയിൽ ബിൽഡിംഗ് അടക്കം ഒരാൾ നമ്മുടെ പേരിൽ എഴുതിത്തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകള് വിശപ്പ് സഹിച്ച് അവിടെ ഇരിക്കും നമ്മള് അതിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി. കാരണം എന്താ? ദുനിയാവിൽ കിട്ടിയത് വലിയൊരു നേട്ടമാണ്. എന്നാൽ ഇവിടെ ഒരു രോഗിയായ മനുഷ്യനെ കാണാൻ പോകുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ ഒരു തോട്ടം, അതിന്റെ വ്യാപ്തിയെ റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല.
സ്വർഗത്തിലുള്ള ഒരു തോട്ടം അവന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രജിസ്റ്റർ ചെയ്തു വെക്കും. ഇപ്പൊ ബുക്ക് ചെയ്ത് വെക്കുകയാണ്. നാളെ നമ്മൾ ചെന്നത് നമുക്ക് ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് സഹോദരങ്ങളെ സ്വർഗം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു, സ്വർഗത്തിൽ ഒരു ചാട്ടവാർ ചാരി വെക്കാനുള്ള സ്ഥലം കുറച്ച് വരുള്ളൂ. നമ്മുടെ ഈ വിരലിന്റെ അറ്റം മതി ഒരു ചാട്ടവാർ ചാരി വെക്കാനുള്ള സ്ഥലം. ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാർ ചാരി വെക്കാനുള്ള സ്ഥലം ഈ ദുനിയാവിലുള്ള മുഴുവൻ, ഈ ഭൂമി മുഴുവനും നിങ്ങൾ നൽകുന്നതിന് പകരമാണ്. ഇതിനേക്കാൾ മെച്ചാണ് ഈ ഭൂമി മുഴുവനും ഒരാളുകളാണ് അത് മുഴുവൻ കൊടുത്താലും സ്വർഗത്തിൽ ഒരു ചാട്ടവാറ ചാരി വെക്കാനുള്ള സ്ഥലം കിട്ടുമെങ്കിൽ അതാണ് ഉത്തമം. ആ സ്ഥാനത്ത് നമുക്ക് അവിടെ ഒരു തോട്ടം, ആ തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ടാവും, ഇത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറയാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നവന് ലഭിക്കുന്ന മഹത്വം സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തന്നെയുമല്ല, ഈ 70,000 മലക്കുകളും ഈ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരം പുലരുവോളം, ഇല്ലെങ്കിൽ നേരം വൈകുന്നേരം ആകുന്നത് വരെ കളയണമെന്നാണ്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കൊടുക്കാറാണ് ഒരാൾ സുഖമില്ലാതിരിക്കേണ്ടത് പോയോക്കല്ലേ, ഞാനിപ്പോ കുറച്ച് അർജന്റ് ഉണ്ട്, എന്താ അർജന്റ്, വെറുതെ അങ്ങാടിയിൽ പോയിക്കാൻ. നമ്മൾ എത്ര ആളുകള് ഈ ഒരു ചാൻസുകൾ നഷ്ടപ്പെടുത്തിയവരാണ് സഹോദരൻ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായി നമ്മൾ ഒന്ന് കണ്ണടച്ചാൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ നേടിയെടുക്കാവുന്ന ഈ മഹാഭാഗ്യങ്ങൾ തള്ളിക്കളയരുത് എന്നാണ് സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഏതായാലും ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാനുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരു സന്ദർഭത്തിലാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. കൂടുതൽ നന്മകൾ പ്രവർത്തിക്കുവാനും അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമർ റഹീമായ നാഥൻ നമുക്ക് ഏവർക്കും പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. സത്യവിശ്വാസികൾക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവരുടെ ദുനിയാവിലും ആഖിറത്തിലുമായ എല്ലാ വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവപ്പെടുന്ന സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.